ആണ്. ഇപ്പൊ ലാലേട്ടന്റെ പഴയകാല ശബ്ദം കുറച്ച് സമയത്ത് ലാലേട്ടൻ ഒരു പ്രശ്നമില്ല അല്ലേ? അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, ആകെ ഒരു പ്രശ്നമാണ് അല്ലേ? ദൂരം ചെറുപ്പം തോന്നുന്നില്ല തിരുവാതിരയായിരുന്നു എന്റെ പേര്. ഇഷ്ടപ്പെട്ടോ? അടുത്തായിട്ട് നമ്മുടെ മലയാളത്തിന്റെ ഒരു പഴയകാല താരമാണ് നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീർ സാറിന്റെ ശബ്ദമായിരിക്കും. ശ്രീ പ്രേംനസീർ എന്നെ ഇങ്ങനെയൊക്കെ മാറ്റിയ മുംബൈയിലുള്ള ഈശ്വരന്റെ മലയാളി നിവാസികൾ തിരുവോണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഈശ്വരന്റെ മനുഷ്യനെ കൂർമീട്ടിനോട് ചെറിയ ഈശ്വരന്റെ കുട്ടിക്കാലമാണ്. തുമ്പിയെ പിടിക്കുവാൻ വേണ്ടിയുള്ള പതിമുള്ളിയെ പൂക്കും ശക്തി സിനിമ കഴിഞ്ഞിട്ടുള്ള പമ്മിപ്പമുള്ളിയെ വരവും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. അടുത്തായിട്ട് നമ്മുടെ എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമ എല്ലാവരും കണ്ടാണ്. അത് ഒരു ഡയലോഗുണ്ട്, ഈ പുഴയുടെ നിലവിളിച്ചു നടന്ന അറബിക്കടലാണ് എന്ന് പറയുന്ന ശ്രദ്ധേയമായ ഡയലോഗ്. പൃഥ്വിരാജിന്റെ പകരം മലയാളത്തിലെ സുന്ദരനായ വില്ലൻ ശ്രീ KP ഉമ്മർ സാറാണ് മൊയ്തീനായി വന്നിരുന്നതെങ്കിൽ അദ്ദേഹത്തിനാണ് ഈ ഡയലോഗ് പറയുന്നത്. KP ഈ പുഴയുടെ നിലവിളിച്ചു നടന്ന അറബിക്കടല, അതിന് ഏത് കിടമത്ത് എത്ര തവണക്കാരും കുത്തിയാലും അവന്മാരെല്ലാം ഞാൻ കൂട്ടപാലകലോത്സവം ചെയ്യും. ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന, അവരുടെ അമ്മ കുഞ്ഞമ്മ, അകത്തളത്തിൽ പെട്ട് കിടക്കുന്ന അവരുടെ ഒരേ ഒരു മുത്തശ്ശി, ഇവരെല്ലാം മൊയ്തീന് സ്വന്തം ഓർമ്മയിരിക്കട്ടെ. ഇപ്പോൾ വളരെ സന്തോഷം ഈ ഒരു മഹനീയമായ ചടങ്ങിൽ ഇവിടെ എത്താൻ കഴിഞ്ഞതിലും അതിലൂടെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട PTA-യോടും സ്കൂൾ മാനേജ്മെന്റിനോടും വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ രക്ഷകർത്താക്കളോടുള്ള നന്ദി അറിയിക്കണം. എൻ്റെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഏഷ്യാനെറ്റിലുണ്ട്, പറ്റുമെങ്കിൽ കാണുന്നുണ്ട്. രാത്രി 10:30 കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി കപ്പിൾസ് എന്നാണ് എൻ്റെ പേര്. സിക്വമാണ് രാത്രി 10:30 കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നൽകും. ശുക്രൻ എന്ന് പറഞ്ഞൊരു സിനിമ, അതിലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ റിലീസ് ആവണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ വിജയുടെ സാറിൻ്റെ പടത്തിൻ്റെ എന്തോ ഒരു ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് അത് മാറ്റി ജനുവരി 30 അല്ലെങ്കിൽ ഡിസംബർ 6 ആ ഡേറ്റ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ പടം തീർച്ചയായിട്ടും എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ സോറി ഫെബ്രുവരി ജനുവരി 30 അല്ലെങ്കിൽ ഫെബ്രുവരി 6 വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പടം കാണണം. അപ്പോൾ എല്ലാ ആശംസകളും. ട്രാക്ക് സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ 4 വരി പാട്ട് ഞാൻ പാടാം. അപ്പോൾ കൂടെ കൈയടിച്ച് കൂടി പാടി കൂടണം കേട്ടോ. കേട്ടോ, ഇവനാണല്ലോ ഈ പ്രശ്നം. ഇവനാണ് ഈ പ്രശ്നം മുഴുവൻ. ചേട്ടന്മാരുടെ പ്രശ്നമാണെന്ന്. അവരുടെ ആഘോഷം അല്ലേ, രസമല്ലേ? ഇല്ല, അത്രേ ഉള്ളൂ. നീ ബാബ, എനിക്കറിയാലോ നിന്റെ കാഴ്ച താഴെയുണ്ടാകാം. അപ്പോഴേ മനുഷ്യന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നാടൻ പാട്ടില് കടിമാങ്ങ പ്രായത്തിലാണ്, അതോ വരിക്കച്ചക്കയുടെ അതാണോ? എന്നാ മണിച്ചേണ്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞാൽ കണ്ണിമാങ്ങ പ്രായത്തിൽ അല്ലേ? അതിന് 4 വരി ഞാൻ പാടാം. കൂടെ പാടണം കേട്ടോ. നമുക്ക് സംവിധാനങ്ങളൊന്നുമില്ല, അപ്പൊ കൈയടിച്ച് കൂടെ പാടണേ. റെഡിയാണോ? രവി, നിങ്ങളുടെ പരിപാടിക്കായി വന്നേക്കുന്നത് നമ്മള് കേട്ടോ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. വെള്ളയമേ പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാലേ നായനഴിച്ചിടല്ലേ എന്റെ പുന്നാരെ, നായനഴിച്ചിടല്ലേ. തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും യേശുദാസിനെ